നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. 9ാമത്തെ വീഡിയോ ആണേ. ഈ ഒരു സീരീസിൻ്റെ തന്നെ ഉദ്ദേശം നിങ്ങൾക്കറിയാലോ, വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശം കൊണ്ടുവരിക എന്നുള്ളതാണ്. പൊതുവെ ഒരു സംസാരമുണ്ട്, എന്തുകൊണ്ടോ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ആവേശമൊന്നും ഇത്തവണത്തെ വേൾഡ് കപ്പിനില്ല എന്ന്. അതങ്ങനെയല്ല എന്നും നമ്മൾ ഫുട്ബോൾ പ്രേമികൾക്ക് വേൾഡ് കപ്പ് എപ്പോഴും ഒരു വികാരമാണെന്നും ആവേശമാണെന്നും നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു വീഡിയോ സീരീസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ പിന്തുണയാണ് നമ്മളെ ഇങ്ങനെ നിലനിർത്തുന്നത്. അത് തുടർന്നും പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ പ്രമുഖ ടീമുകളുടെ ആദ്യ മത്സരത്തിലെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും, അതാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അർജൻറ്റീനയുടെ, അതായത് നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീനയുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കുമെന്ന് വിശകലനം ചെയ്തു. നമ്മൾ ഇന്ന് എടുക്കുന്നത് ബ്രസീലിൻ്റെ പ്ലേയിങ് 11 ആണ്. കാരണം ബ്രസീലിൻ്റെ സ്ക്വാഡ് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി പുറത്തു വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിശകലനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകണം. അപ്പോൾ അതിനു മുമ്പ് ഈ പ്ലേയിങ് 11 സംഭവം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ നമ്മളങ്ങ് വിശദീകരിച്ച് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രസീലിനെ തിരഞ്ഞെടുക്കാൻ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വേൾഡ് കപ്പ് നേടിയ മറ്റൊരു ടീമില്ല. 5 വേൾഡ് കപ്പ് കിരീടങ്ങൾ, അത് ചില്ലറ കാര്യമല്ല. ഇത്തവണ ബ്രസീൽ അത് 6 മാറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇറ്റലിക്കും ജർമ്മനിക്കുമാണ് പിന്നെ 4 വേൾഡ് കപ്പുകൾ ഉള്ളത്. ഇറ്റലി ഇത്തവണ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തിട്ടില്ല, പക്ഷേ ജർമ്മനി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റെക്കോർഡ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ബ്രസീലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സാധിച്ചെടുക്കുമോ കാർലോ ആഞ്ചലോട്ടിയുടെ സംഘത്തിന് എന്നതാണ് ചോദ്യം. ഏതായാലും ബ്രസീൽ ഗ്രൂപ്പ് സിയിലാണുള്ളത്. ഗ്രൂപ്പ് സിയിൽ ബ്രസീലിൻ്റെ ആദ്യ മത്സരം കരുത്തരായ മൊറോക്കോക്കെതിരെയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ വരെ കളിച്ച മൊറോക്കോ. ജൂൺ 13 ന്യൂജേഴ്സിയിലാണ് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരം. ജൂൺ 19 ഫിലാഡൽഫിയയിൽ ബ്രസീൽ ഹെയ്ത്തിക്കെതിരെ കളിക്കും. ജൂൺ 24 മയാമിയിൽ ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളിക്കും. ഇതാണ് ബ്രസീലിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ. അത് ഈ ദിവസം ഇന്ത്യൻ സമയം പറയുമ്പോൾ തൊട്ടടുത്ത ദിവസം പുലർച്ചെയായിരിക്കും കളി, നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ 3 ടീമുകളോട് മുട്ടുന്നു. 4 ടീമുകളുള്ള ഗ്രൂപ്പാണ്. കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് പോലെയല്ല, 48 ടീമുകളുണ്ട്. അതുകൊണ്ടൊരു ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകൾ മുന്നോട്ട് കടക്കും എന്നത് മാത്രമല്ല, മെയ്ബി 3ാമത്തെ ടീമും എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ വേൾഡ് കപ്പിൻ്റെ ഫോർമാറ്റ് എന്നും മറ്റുമൊക്കെ നമ്മൾ വിശദമായിട്ട് റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൽ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ചാനലിലൊന്ന് താഴേക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും. കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് പോലെയല്ല, നല്ല മാറ്റങ്ങളുണ്ട്. ഏതായാലും ബ്രസീലിൻ്റെ ആദ്യ കളി മൊറോക്കോക്കെതിരെ ജൂൺ 13 കളിക്കുമ്പോൾ ആരൊക്കെയായിരിക്കും പ്ലേയിങ് 11 ഉണ്ടാവുക? അത്ര എളുപ്പത്തിൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഇപ്പോഴത്തെ ബ്രസീൽ ടീമിൻ്റെ 11 മറ്റുമൊക്കെ. പരിക്ക് നല്ല രൂപത്തിൽ ടീമിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേൾഡ് കപ്പിന് ഇനിയും ദിവസങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് പരിക്കും മറ്റു കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ ഈ പറയുന്ന പ്ലേയിങ് 11 ഒന്നും ആവില്ല. ഇപ്പോൾ തന്നെ ഓൾറെഡി പ്ലേയിങ് 11 ഉണ്ടാവേണ്ട 3 താരങ്ങളാണ് പരിക്കേറ്റ് കൺഫേംഡായി പുറത്തായിരിക്കുന്നത്. ഡിഫൻസിൽ എന്തായാലും ഉണ്ടാവേണ്ടിയിരുന്ന എത്ര മിലിറ്റാവോ, മധ്യനിരയിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന റോഡ്രിഗോ, മധ്യനിരയിലല്ല മുന്നേറ്റത്തിൽ സഹായിക്കാൻ വേണമെങ്കിൽ അദ്ദേഹം നമ്പർ 10 ആയിട്ടും കളിക്കും. വലതു പാർശ്വത്തിൽ കളിക്കേണ്ടിയിരുന്ന എസ്റ്റവായോ ഒക്കെ പരിക്കേറ്റ് പുറത്തായതുകൊണ്ട് ഈ പ്രെഡിക്ഷൻ എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏതായാലും കോച്ച് കാർലോ ആഞ്ചലോട്ടി ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുകയാണ്. ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും നമ്മൾ ബ്രസീലിൻ്റെ ഒരു സ്ക്വാഡ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് സമീപകാലത്തെ ബ്രസീൽ ടീം. കഴിഞ്ഞ മെയ് മാസത്തിൽ ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് എത്തിയതാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി. കഴിഞ്ഞ വർഷം അതിനുശേഷം 1 വർഷം സമയം അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ ലിമിറ്റഡ് ടൈമാണ് ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഒരു സ്ക്വാഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പരിക്കിൻ്റെ വിഷയങ്ങൾ അവർക്കുണ്ട്. നമ്മളീ പറഞ്ഞ 3 താരങ്ങൾ കൂടാതെ റാഫീഞ്ഞ പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നേ ഉള്ളൂ. ബ്രൂണോ ഗുയിമാരസ് സ്റ്റിൽ പരിക്കേറ്റ് അദ്ദേഹം അതിൻ്റെ റിക്കവറിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഇഷ്യൂസ് സ്റ്റിൽ അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരായിരിക്കും നമ്പർ 9 സ്ട്രൈക്കർ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ബ്രസീൽ കുറേ കാലങ്ങളായിട്ട് നമ്പർ 9 ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. അത് റൊണാൾഡോയുടെയും അതുപോലെ അഡ്രിയാനോയുടെയും ഒക്കെ കാലഘട്ടത്തിന് ശേഷം അതേ മികവുള്ള ഒരു സ്ട്രൈക്കർ ഇല്ലെങ്കിലും അവരുടെ ഒരു 7-1 മികവുള്ള ഒരു താരത്തെങ്കിലും കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ആര് വരും എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും കാസമിറോ ആയിരിക്കും മധ്യനിരയിൽ
കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അദ്ദേഹത്തോടൊപ്പം ബ്രൂണോ ഗുയിമാറസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ കാസമറോയുടെ ലീഡർഷിപ്പ് ടീമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഡിഫൻസിൽ നല്ല പരിചയമുള്ള മാർക്കിഞ്ഞോസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഗബ്രിയൽ മെഗല്ലസുമായിരിക്കും. പക്ഷേ വിങ് ബാക്കുമാർ പതിവ് പോലെ തന്നെ പ്രശ്നങ്ങൾ ഇത്തവണയും ബ്രസീലിനുണ്ടാകുന്നു. പതിവ് പോലെ എന്ന് പറഞ്ഞാൽ ഏറെ പണ്ടത്തെ കാര്യമല്ല, സമീപകാലത്തെ കാര്യമാണ്. കുറച്ച് മുമ്പാണെങ്കിൽ കഫുവും റോബർട്ടോ കാർലോസും പോലെയുള്ള മഹാരഥന്മാർ ഭരിച്ചിരുന്ന വിങ് ബാക്ക് പൊസിഷനാണ്. അതിപ്പോൾ അതേപോലെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. മുന്നേറ്റത്തിൽ വിനിയെ പോലെയുള്ള താരങ്ങളുണ്ട്, അവർക്ക് മികവ് കാണിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെ നിൽക്കുന്നത്. അപ്പം നമ്മൾ ബ്രസീലിൻ്റെ ഒരു പ്രോബബിൾ 11 എങ്ങനെയാവും എന്ന് ചോദിച്ചാൽ നെയ്മർ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം കൂടി വരും. ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം, ബ്രസീലിൽ നിന്നുള്ള നമ്മുടെ സോഴ്സുകൾ വഴി ലഭിക്കുന്ന വിവരപ്രകാരം നെയ്മർ ഇന്ന് പ്രഖ്യാപിക്കുന്ന വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാവും തന്നെയാണ് കരുതുന്നത്. പക്ഷേ അദ്ദേഹം പ്ലേയിങ് ലെവലിൽ നേരിട്ടെത്താനുള്ള സാധ്യത കുറവാണ് എന്നും വിലയിരുത്തപ്പെടുന്നു. അദ്ദേഹത്തെ ഒരു പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലൊക്കെ കോച്ച് ഉപയോഗപ്പെടുത്താനാണ് കൂടുതൽ സാധ്യതകൾ. അപ്പോൾ ബ്രസീലിൻ്റെ ഒരു പ്രോബബിൾ 11 നമ്മൾ നോക്കിയാൽ ഗോൾ കീപ്പറായിട്ട് അലിസൺ ബെക്കർ തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെൻറ്റർ ബാക്കുമാരുടെ പൊസിഷനിൽ ഗബ്രിയൽ മെഗല്ലസും മാർക്കിഞ്ഞോസും. പ്ലേയിങ് 11 ആദ്യ കളിയിൽ മൊറോക്കോയെ നേരിടാനുള്ള 11 നമ്മൾ പറയുന്നത്. ഡിഫൻസിൽ ഗബ്രിയലും മാർക്കിഞ്ഞോസും. ഇരു പാർശ്വങ്ങളിലായിട്ട് ഒരു പക്ഷേ അലക്സാൻഡ്രോയും വെസ്ലി ഫ്രാൻസയും ഇറങ്ങാനാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന സാധ്യത. ഈ വിങ് ബാക്ക് പൊസിഷൻ എപ്പോഴും ഈ സമീപകാലത്ത് ബ്രസീലിനൊരു പ്രശ്നമുള്ളതാണ്. അവിടെ മറ്റ് മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. മധ്യനിരയിൽ ഡബിൾ പിവോട്ട് വെച്ച് കളിക്കാനാണ് കാർലോ അഞ്ചലോട്ടി ഇഷ്ടപ്പെടുന്നത്. കാസമിറോയും ബ്രൂണോ ഗുയിമാറസും ആ റോളുകൾ ഭംഗിയാക്കും. ബ്രൂണോ ഗുയിമാറസിൻ്റെ സ്റ്റിൽ പരിക്കിൻ്റെ ഒരു വിഷയമുണ്ട്, അത് അദ്ദേഹം തരണം ചെയ്ത് കളിക്കുന്നു കരുതാം. പിന്നെ മുന്നേറ്റത്തിലും 4 താരങ്ങളെ വെച്ച് കളിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പലവട്ടം തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് അഞ്ചലോട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് വിനി ജൂനിയറും ലൂയിസ് എൻട്രിക്കയും ഇറങ്ങാൻ നല്ല സാധ്യത. പ്രത്യേകിച്ച് ഇപ്പോൾ എസ്റ്റവായോ ഇല്ലാത്തതുകൊണ്ട് റൈറ്റ് വിങ്ങിൽ ലൂയിസ് എൻട്രിക്കയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലൂയിസ് എൻട്രിക്കെ അദ്ദേഹത്തിന് അവസരം ലഭിച്ചപ്പോഴൊക്കെ കാർലോ അഞ്ചലോട്ടിയുടെ കീഴിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ്. ബ്രസീൽ ടീമിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം നന്നായിട്ട് കളിക്കുന്നുണ്ട്. സോ ലൂയിസ് എൻട്രിക്കയും വിനി ജൂനിയറും ഇരു പാർശ്വങ്ങളായിട്ട് നിൽക്കുകയും പിന്നെ ഗോളടിക്കാൻ മാത്യൂസ് കുഞ്ഞ, ഒപ്പം റാഫീഞ്ഞക്കും ഇരു പാർശ്വങ്ങളിലേക്കായിട്ട് മാറി കളിക്കാം. അതെല്ലാം നമ്പർ 10 റോളും അദ്ദേഹത്തിന് വഹിക്കാൻ പറ്റും, പ്രത്യേകിച്ച് ഇപ്പോൾ റോഡ്രിഗോ ഇല്ലാത്തത് കൊണ്ട്. പിന്നെ പക്കേറ്റെ പോലുള്ള താരങ്ങളുണ്ടാവും, അദ്ദേഹത്തിന് നമ്പർ 10 കളിക്കാൻ കഴിയും. പക്ഷേ ആദ്യ കളിയിൽ നമ്മൾ ഇങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് ലൈനപ്പ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ എന്തു മാറ്റങ്ങളും എപ്പോഴും സംഭവിക്കാതെ പറഞ്ഞത് ബ്രസീലിൻ്റെ 11 സ്ക്വാഡും ഒന്നും ഇപ്പോഴും 100% ഫിക്സ് ആണ്. ഇപ്പോൾ നമ്മൾ അർജൻറ്റീനയുടെതൊക്കെ പറയുന്ന പോലെ അതേപോലെ അങ്ങ് ഫിക്സ്ഡ് ആണെന്ന് പറയാൻ പറ്റൂല. കാരണം ഒരു ട്രബിൾ ഉള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ടീമാണ് ബ്രസീൽ. അങ്ങനെയല്ല അർജൻറ്റീന, സെറ്റിൽഡാണ് കുറേ കാലമായിട്ട്. കോച്ച് തന്നെ 5-8 വർഷക്കാലമായിട്ട് ഒരേ കോച്ചാണ്. ഇവിടെ അങ്ങനെയല്ല. പുതിയ കോച്ചിൻ്റെ കീഴിൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ സമയമാണ് ടീമിനെ കാർലോ അഞ്ചലോട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുക. കാരണം നമുക്കറിയാലോ, ഇൻ്റർനാഷണൽ ഫുട്ബോൾ, ക്ലബ് ഫുട്ബോൾ പോലെ ത്രൂ ഔട്ട് ദി ഇയർ ഒരുമിച്ച് താരങ്ങളെ കിട്ടുന്നതല്ല. അത് ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ ഓരോ സമയത്ത് ഒരു 10 ദിവസമൊക്കെ താരങ്ങളെ കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ കുറഞ്ഞ 10-50 ദിവസങ്ങളിൽ മാത്രം താരങ്ങളെ കൈ കിട്ടിയിട്ടാണ് ഇങ്ങനെ സ്ക്വാഡ് ഇറക്കേണ്ടി വരുന്നത്. അപ്പോൾ പ്രധാന വിഷയവും അത് തന്നെയാണ്. ടീമിൻ്റെ ഒരു ഒത്തൊരുമ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കും എന്നുള്ളത്. ടീമിലെ അന്തരീക്ഷം മികച്ച രൂപത്തിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് സാധിക്കുമെന്ന പ്രതീക്ഷയൊക്കെ ഏതായാലും കാർലോ അഞ്ചലോട്ടി പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ മത്സരത്തിലെ പ്ലേയിങ് 11 നമ്മൾ ഇങ്ങനെയാണ് കരുതുന്നത്. അപ്പോൾ നെയ്മർ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറങ്ങാനാണ് സാധ്യത. അപ്പോൾ ബ്രസീലിൻ്റെ ബെഞ്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് എഡേഴ്സണും ബെൻഡോയും ബെഞ്ചിലുണ്ടാവും. ഇന്ന് പ്രഖ്യാപിക്കുന്ന സ്ക്വാഡിൽ ഇവർ 3 പേരും ഗോൾ കീപ്പർമാരായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അലിസണും എഡേഴ്സണും ബെൻഡോയും. ഡിഫൻഡർമാരായിട്ട് ബെഞ്ചിലിരിക്കാൻ ഡഗ്ലസ് സാൻഡോസും വാൻഡേഴ്സണും ബ്രമറും ലിയോ പെരീരയും ഡാനിലോയും ഉണ്ടാകുമെന്ന് കരുതുന്നു. മധ്യനിരയിൽ ഫാബീഞ്ഞോക്ക് ഇപ്പോൾ വീണ്ടും കോച്ച് നല്ല പരിഗണന കൊടുക്കുന്നുണ്ടല്ലോ. ഫാബീഞ്ഞോ, ആൻഡ്രി സാൻഡോസ്, ഡാനിലോ സാൻഡോസ്, ലൂക്കാസ് പക്വേറ്റ എന്നിവരാണ് പ്രതീക്ഷിക്കുന്നത്. മുന്നേറ്റത്തിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി, എൻട്രിക്ക്, നെയ്മർ ജൂനിയർ, ഇഗോർ തിയാഗോ. ഇനി നെയ്മർ ഇല്ലെങ്കിലോ എന്നുള്ള ചോദ്യം കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണമല്ലോ. അപ്പോൾ ജാവോ പെഡ്രോക്ക് സാധ്യതയുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രസീലിൻ്റെ ഒരു സ്ക്വാഡ് നമ്മൾ കാണുന്നത്. ഏതായാലും മോശമല്ലാത്ത സ്ക്വാഡുണ്ട്. അപ്പോഴും സ്റ്റിൽ ഒരു കോമ്പിനേഷൻ എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ള സംശയങ്ങൾ ആരാധകർക്കുണ്ട്.
എല്ലാവരും അവരവരുടെ ക്ലബ്ബുകളിൽ മിന്നും പ്രകടനം നടത്തുന്ന താരങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഒത്തൊരുമിച്ച് കാനറികളുടെ ജേഴ്സി അണിയുമ്പോൾ എന്തുകൊണ്ടോ ആ ടീം സ്പിരിറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ അവർക്ക് നഷ്ടമാകുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വേൾഡ് കപ്പും സ്വഹ എന്ന അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതില്ലാതിരിക്കാനുള്ളൊരു ടീം സ്പിരിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ മത്സരം മൊറോക്കോക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ അവർ കളിക്കുന്നുണ്ട്. ഒരു കളി പനാമയ്ക്കെതിരെ അവർ US പറക്കുന്നതിന് മുമ്പാണ് കളിക്കാനുള്ളത്. മറ്റൊന്ന് ഈജിപ്തിനെതിരെ കളിക്കുന്നു. ആ 2 കളികളോടുകൂടി ടീം കോമ്പിനേഷൻ നല്ല രൂപത്തിൽ ആഞ്ചലോട്ടിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ഇതാണ് നമുക്ക് ബ്രസീൽ സ്ക്വാഡിനെ കുറിച്ച് വിശകലനം ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്താം. ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേൾഡ് കപ്പിൻ്റെ ആവേശം നമുക്ക് കൊണ്ടുവരണം. അടുത്ത വീഡിയോയുമായിട്ട് ഈ റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ ഉടൻ തന്നെ കാണാം.